ഹാരിസ് തട്ടിപ്പ് കേസിൽ ഇന്നലെ അറസ്റ്റിലായ പ്രതി കെ.ഡി. പ്രതാപനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. മണി ചെയിൻ മോഡൽ തട്ടിപ്പിലൂടെ 1693 കോടി രൂപ തട്ടിയെന്ന കേസിലാണ് നടപടി. തുടർച്ചയായ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമാണ് ഇന്നലെ പ്രതാപനെ അറസ്റ്റ് ചെയ്ത് പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എങ്ങനെയാണ് നടപടികൾ? മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പേരിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് കേരളം ആസ്ഥാനമായുള്ള ഹൈറിസ്ക് കമ്പനി നടത്തിയത്. നേരത്തെ കെ.ഡി. പ്രതാപനെയും ഭാര്യ ശ്രീനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ ചോദ്യം ചെയ്തിരുന്നു. ഇതിനൊടുവിലാണ് ഇന്നലെ കമ്പനി മാനേജിംഗ് ഡയറക്ടറായ കെ.ഡി. പ്രതാപനെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് PMLA കോടതിയിൽ ഹാജരാക്കി 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കേസിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാട്. അന്വേഷണവുമായി സഹകരിക്കാൻ കെ.ഡി. പ്രതാപൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല പല വസ്തുതകളും മറച്ചുവെക്കുകയും ചെയ്യുന്നു. അതേസമയം ഈ കുറ്റകൃത്യത്തിന്റെ അല്ലെങ്കിൽ കേസിനെക്കുറിച്ച് വെളിപ്പെടുത്താൻ തയ്യാറാകുന്ന കൂട്ടുപ്രതികളെ അതിൽ നിന്ന് തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്ര വലിയ ഒരു ബിസിനസ് സാമ്രാജ്യമാണ് ഇയാൾ ഇത്തരത്തിൽ കെട്ടിപ്പടുത്തത്. അതുകൊണ്ട് തന്നെ വലിയ തലത്തിലുള്ള ആളുകളുമായി സ്വാധീനമുണ്ട്. ഈ സ്വാധീനം ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. കേസുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കാം. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ജാമ്യം നൽകരുത്, കസ്റ്റഡിയിൽ വേണം എന്നുള്ളതായിരുന്നു EDയുടെ ആവശ്യം എന്ന് പറയുന്നത്. തുടർന്ന് 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് ഉൾപ്പെടെ ഇനി കസ്റ്റഡിയിൽ വാങ്ങി നടത്തേണ്ടതുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കൂടാതെ OTT പ്ലാറ്റ്ഫോമിന്റെ പേരിൽ ഉൾപ്പെടെയാണ് ഏതാണ്ട് 1700 കോടിയോളം രൂപ കെ.ഡി. പ്രതാപനും സംഘവും ചേർന്ന് വിവിധ ആളുകളിൽ നിന്നായി തട്ടിച്ചെടുത്തത്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.